വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും സൈനയും കൊണ്ട് ഒരു ക്യാമ്പിന് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് സർക്കിട്ടിൻ്റെ ക്യാമ്പിനാണ്. അപ്പോൾ നമുക്ക് രാത്രി ഇരുന്ന് ട്രെയിന് നമ്മൾ കോഴിക്കോടൊക്കെ പോയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മളെ ക്യാമ്പിലുള്ള ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനാട്ടോ അത്. അങ്ങനെ സിനാൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ടീംസ് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്തിയത് കറക്റ്റ് സ്ഥലം എനിക്ക് കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്ന് എല്ലാവരും കൂടെ കുമളി ബസ്സിൽ കയറി. കുമളി ബസ്സിൽ കയറിയാലും പിന്നെ KSRTC ബസ് ഫുൾ എന്താ പറയുക, ഒച്ചപ്പാടും ബഹളവുമായി, ഫുൾ പാട്ട് കൂത്ത്. അങ്ങനെ ബസ്സിലുള്ളവർ യാത്രക്കാരനും കൂടെ നമ്മളെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പാട്ടൊക്കെ പാടി അവസാനം എത്തിയത് നമ്മളെ ലൊക്കേഷനിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് നേരെ പോകുന്നത് ചാർലീൻ്റെ ലൊക്കേഷനിലേക്കാട്ടോ. ചാർലി ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ്. അവിടെ എത്തിയ പാടന്നെ അവിടെ ആൾക്കാരൊന്നുമില്ല കേട്ടോ. പിന്നെ റീൽ എടുക്കലും വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ പരിപാടി. നമ്മളായിട്ട് നിൽക്കുക. ഓരോ മനുഷ്യർക്കും ഒരു മനുഷ്യൻ എന്താ ചെയ്യാ, മരുന്നാവുക. മരുന്ന് വെച്ച് മറ്റേ മരുന്ന്. നമ്മളോട് ചെറിയ കുട്ടി ചിരിച്ചാൽ ഇറങ്ങാറായിട്ടുള്ള ടൈമിലാണ് നമുക്കൊരു ഹാപ്പിനെസ് വരും. അതൊരു മരുന്നാണ്. അതുപോലെ ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും ഓരോരുത്തർ ഇൻഫ്ലുവൻസ് ആവുക, റിയൽ ഇൻഫ്ലുവൻസേഴ്സ് ആവുക. നമ്മൾ ഇന്ന് മുതൽ ടീം സർക്കിട്ടിന്റെ എല്ലാവരും കൂടെ ഒരേ ഒരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ്, സർക്കിട്ടുകാരാണ്. അപ്പൊ സെറ്റല്ല നമ്മുടെ ഉറുമ്പിക്കൽ സർക്കിട്ട് തുടങ്ങാണ്. പിന്നെ ഫിലിം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടടക്കായിരുന്നു. ഈ ഒരു സ്ഥലത്താണ് പാർവതീനെ ദുൽഖർ സൽമാൻ തള്ളിയിട്ടതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കായിരുന്നു. പിന്നെ നമ്മളെ ശ്രീനവക പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും സൈനയും വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഞാനൊരു വീഡിയോ എടുത്താണ്ടോ, നല്ല രസമില്ല ആ പട്ടിക്കുട്ടി ഇങ്ങനെ വൈകിട്ട് പോകുന്ന കാണാൻ കൊക്കിൻ്റെ. പിന്നെ ഫുഡ് വന്നു, സാധാ ചോറ് അങ്ങനെ സ്കൂളിലൊക്കെ ഇരുന്ന് തിന്നുമ്പോൾ അങ്ങനെ കഴിച്ച് പിന്നെ നമ്മളെ ഈ ഓൾഡ് ഏജ് ഹോമില്ലേ ആ ഫിലിമിലുള്ള അതൊരു സ്കൂളാട്ടോ. അപ്പോൾ അവിടത്തേക്ക് പോവായിരുന്നു ഞാനും സൈന നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് താഴത്ത് നമ്മൾ നല്ല കുറച്ച് ദൂരം നടന്നിട്ടാട്ടോ ഈ സ്ഥലത്ത് വന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴേക്കും നമ്മളോടെയുള്ള ടീംസൊക്കെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ലഗേജും ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് പോവാണ് ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ഓട്ടോറിക്ഷ ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഇവർ നല്ല ചാക്കിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോവാണ്. നമ്മളെ ജോണി ചേട്ടനായിരുന്നു ഡ്രൈവർ. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇടുക്കീൻ്റെ ഉൾഗ്രാമത്തിലേക്ക് പോവാട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞാൽ പറ്റൂല, അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഉള്ളോട്ടേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനാണ് നമ്മൾ ആദ്യം. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നെത്തിയാലാണ് നമ്മളെ ക്യാമ്പിംഗ് സ്പോട്ട് എത്താം. അപ്പോൾ പുഴവാടി എല്ലാവർക്കും പഴംപൊരിയും ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ പഴംപൊരി മാത്രം കഴിച്ച് ബാക്കി എല്ലാവരും റെസ്റ്റിലാണ്. പിന്നെ നമ്മളെ സൈറ്റിലേക്ക് ഇങ്ങനെ നടത്തോണ്ട് കേട്ടോ. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് കാട് തന്നെയാണ്, പക്ഷെ നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ ഞാനും ടീനും കൂടെ മുന്നിൽ നടന്നു. അത് കഴിഞ്ഞ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ടെൻ്റ് ഉണ്ട് കേട്ടോ. ഈ ടെൻറ്റ് ഗേൾസ് കുറച്ച് ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു ടെൻറ്റിൽ 3 ആൾക്കാർ വെച്ചിട്ടായിരുന്നു നമ്മൾ 1-2 ആൾക്കാരൊക്കെ വെച്ചിട്ടായിരുന്നു കിടന്നത്. പിന്നെ ഒരു ഭാഗത്തേക്ക് ബോയ്സൊക്കെ. പിന്നെ അവിടെ നിന്ന് താഴത്തേക്കുള്ള നല്ല വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. പിന്നെ എല്ലാവരും മെയിനായിട്ട് വീഡിയോസ്, ഫോട്ടോസ്, കഥ പറയൽ, ഗെയിമും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ പോകുന്നത്. കണ്ടു, എല്ലാവരും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. ഞാനും സൈന പിന്നെ മേലൊക്കെ ഒന്ന് പോയി വന്നു. അത് കഴിഞ്ഞ് ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച ഈ സ്ഥലത്തേക്ക് പോയി. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാട്ടുകാരൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെഷനായിരുന്നു. സാനിത ഓളെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉറങ്ങിട്ടോ, നല്ല ലേറ്റായി. രാവിലെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റു ഫ്രഷായി. വീണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്.
പിന്നെ അവിടെ നിന്ന് നേരെ പോയത് വെള്ളച്ചാട്ടത്തിലേക്കാട്ടോ. അത് മദാമ വെള്ളച്ചാട്ടം അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അവിടെ. അങ്ങനെ അവിടത്തേക്ക് നടക്കുന്ന വഴി കൂടെ ഒരു കാട്ടിനുള്ളിൽ കൂടെ കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതാ ജമാൻ നല്ല ടയർഡായിട്ട് ഇരിക്കുന്നുണ്ടോ ഗൈസ്? ടയർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അട്ടനെ പേടിച്ചിട്ടാട്ടോ ഈ വഴിയിൽ മൊത്തം നമ്മൾ നടന്നുകൊണ്ട് നിന്നത്. കാരണം ചെറിയ ചെറിയ നനവുള്ളതുകൊണ്ട് തന്നെ അട്ട ഉണ്ടായിരുന്നു. നനവ് നല്ലോണം ഉള്ളിടത്ത് അട്ട ഉണ്ടാവാന്ന് പറയും. പക്ഷേ ഇവിടെയൊക്കെ അട്ട ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് അവിടെ എത്തുന്നവരെ. നമ്മളെ വെള്ളച്ചാട്ടം അതാ ദൂരേന്ന് കാണുന്നുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നിടത്തും ഗൈസ്. നമ്മളിത് അങ്ങനെ മദാമക്കുളത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. നമ്മളെ ഗൈഡ് അവിടെ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. യെസ്, ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തേണ്ട താമസമേ ഉള്ളൂ. എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളും വെള്ളത്തിൽ ഒരു സൈഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് പോവാട്ടോ. തിരിച്ച് പോകുന്നേരം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഫുള്ള് നനഞ്ഞുണ്ടായിരുന്നു. അപ്പം കുറച്ച് വെയിലത്തൊക്കെ ഇരുന്ന് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ പാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല നനഞ്ഞുകൊണ്ട് തന്നെ ആ വെയിലത്തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രീൻ്റെ വക കുറേ പാട്ടുകൾ അവിടുന്ന് പാടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മെല്ലെ കേട്ടോ പാടുക. അതുകൊണ്ട് തന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല. ഇത് പിന്നെ നമ്മൾ ഫസ്റ്റ് മുതലേ ഉള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സർപ്രൈസായിട്ട് ഓരോ കഥകൾ പറയുന്നതിനിടയിൽ കണ്ണൊക്കെ കെട്ടിയതിന് ശേഷം നമുക്ക് ഫ്രെയിംസ് തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ വെച്ചിട്ടുള്ള. പിന്നെ നമ്മൾ ഫൈനലി ബാക്ക് ടു ഹോം എന്നുള്ള രീതിയിൽ ഇതെല്ലാവരും പോവാട്ടോ. ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മളിതാ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഉറക്കൊക്കെ കഴിഞ്ഞ് ബസ് നല്ല ഉറക്കെല്ലാം കഴിഞ്ഞ് കോട്ടയത്തെത്തി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ കയറി ആ ബോഗി നമ്മൾ ഫുൾ അങ്ങ് ബുക്ക് ചെയ്ത പോലെ ആക്കിയിട്ടുണ്ട്. കോട്ടയത്ത് നേരെ തൃശ്ശൂരേക്കാട്ടോ പോയത്. കാരണം ട്രെയിനില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ നമ്മളിതാ കുറച്ച് ആൾക്കാർ ഓരോ വൈക്കായിട്ട് പോവുകയാണ്. കോഴിക്കോടെത്തി. പക്ഷേ നമ്മളിതാ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഫാമിലി പോലെ ആയി എല്ലാവരും പിരിയാണ്. നമ്മൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ആൾക്കാർ മാത്രം ബീച്ചിലൊക്കെ പോയി കറങ്ങി നടന്ന് അങ്ങനെ നമ്മളിതാ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക.